ഓക്കെ, അപ്പോൾ സംഭവം ഇതെന്താന്ന് വെച്ചാൽ കേട്ടോ, സംഭവം ഇത്രയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ലാൻഡിങ് കഴിഞ്ഞു, സ്റ്റെപ്പുകളൊക്കെ കറക്റ്റ് ചെയ്തു, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പട്ട നമ്മൾ ഈ വയ്ക്കുന്ന 8mm തന്നെ സെയിം പട്ടയാണ് നമ്മളിത് വെച്ച് സെറ്റാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉടൻ പാനൽ വരുന്നതുകൊണ്ട് തന്നെ ആദ്യപ്പോഴേ നമ്മൾ ഹോൾ ചെയ്ത് കൗണ്ടർ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം, കണ്ടല്ലോ. ഇത് ഇവിടെ നിന്ന് നമ്മൾ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പട്ട ലെവലായിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. ചെറു വളവ് പൊളച്ചിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കംപ്ലീറ്റും പട്ടയിൽ വെച്ച് ലെവലടിച്ച് സെറ്റാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ടും നമ്മളിതിനകത്ത് ചെറിയ ഉന്തും തള്ളലൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞാൽ, ഒരു സ്ക്വയർ ട്യൂബ് അവിടെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞു. അതിന് ഫുൾ നമ്മൾ പക്ക ലെവലിൽ വാട്ടർ ലെവലിൽ ചെയ്ത് നിൽക്കുക. അതിനെ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം അതിൽ നമ്മൾ ഈ പട്ട എടുത്ത് വെച്ച് ടാക്ക് ചെയ്യുക. ടാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും നമ്മൾ ഇതിൽ നമ്മൾ കട്ടിയുള്ള മെറ്റീരിയൽ, തിക്നെസ്സുള്ള MS പ്ലേറ്റൊക്കെ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 3mm ഗ്യാപ്പ് കൊടുത്ത് വെൽഡ് ചെയ്യുക. അതിനകത്ത് വെൽഡിങ് ഫില്ല് ചെയ്ത് കൊണ്ടുവരും. അപ്പോഴേ നമുക്കിത് വെൽഡിങ് സ്ട്രോങ് ആയിട്ട് ഉറക്കത്തുള്ളൂ. അതാണ് ഈ MS പ്ലേറ്റിൽ അടിക്കുന്നതിൻ്റെ മെത്തേഡ്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് വെച്ച് നമ്മൾ പൈപ്പ് വെൽഡിങ് അടിക്കും പോലെ MS പ്ലേറ്റിൽ വെൽഡിങ് അടിക്കരുത്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഗ്യാപ്പ് കൊടുത്ത് ഈ ഗ്യാപ്പിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. നമ്മൾ വാട്ടർ ടാങ്കൊക്കെ വെൽഡിങ് ചെയ്യുന്ന സെയിം മെത്തേഡാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ താഴെ വെൽഡിങ് ചെയ്തു, ടോപ്പിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ലെവലാണെങ്കിൽ ഈ പട്ട മുകളിൽ പോകുമ്പോൾ ലെവലായിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇത് ഏറ്റവും മുകളിൽ പോകുമ്പോൾ 4 ഇഞ്ചോളം ഇതിങ്ങോട്ട് ബെൻഡായി നിൽപ്പുണ്ട്. നമ്മുടെ പൈപ്പ് കറക്റ്റ് ലെവലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞാൻ അവിടെ ഒരു വെൽഡ് ചെയ്തു, സെൻറ്ററിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ അതിനെ നമ്മൾ പൈപ്പിൻ്റെ ലെവലിൽ വലിച്ചു നിർത്തി കറക്റ്റായിട്ട് ടാക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ പട്ട എന്ന് പറഞ്ഞാൽ പക്ക നൂല് പിടിച്ച പോലെ സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതേമാതിരി ആയിരിക്കണം എല്ലാ പട്ടകളും നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത്. എന്നിട്ടാണ് ക്രോസ് കൊടുക്കുമ്പം ഇതിനകത്ത് വളവ് പൊളച്ചിലൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.